ഹലോ, ഇന്നൊരു ശനിയാഴ്ചയാണേ. അപ്പം നാളെ അത്താണ്, പിന്നെ അതേപോലെ തന്നെ തിങ്കളാഴ്ച ചിങ്ങമാണ്. അപ്പോൾ ചെറിയ രീതിയിൽ വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ കർക്കിടക സംക്രാന്തിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്തതാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒരു മാസക്കായില്ലേ, ഒന്നരാടെ നമ്മൾ അടിച്ചു തുടക്കിയെങ്കിലും കുറച്ചൊക്കെ പരിപാടികൾ, പിന്നെ അതേപോലെ അമ്മ ഇന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാട്ടോ, നമ്മുടെ അത്തത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയും മുന്നേയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ. ആദ്യം തന്നെ അമ്മ ഓണായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിൽ ആക്കി വെക്കുന്ന പണിയാണ് ചെയ്യുന്നത്. ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പാത്രത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ ഇട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഓണായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനമൊക്കെ വാങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചൊക്കെയാണ് വാങ്ങാറൊക്കെ. ഇവിടെ ഓണായാൽ ഒരു ദിവസം എൻ്റെ വീട്ടിലും പിന്നെ ഒരു ദിവസം വലിയമ്മേൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ ഞങ്ങൾ ചിലപ്പം വലിയച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ പോകും. അങ്ങനെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് ഇനി ഇത് നമ്മുടെ സ്റ്റോർ റൂമിൽ വെക്കണം. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ സ്റ്റോർ റൂം കൂടെ അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന്. കാരണം ഇനി ഓണത്തിന് മുന്നേ ലീവ് പരിപാടിയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് പിന്നെ എന്തായാലും ടൈം കിട്ടിയതുകൊണ്ട് പിന്നെ ചിങ്ങും തുടങ്ങാനൊക്കെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തു വരാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ ചെറിയ വീടായതുകൊണ്ട് സ്റ്റോറേജ് സ്പേസോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഇവിടെ ഇതൊരു സ്റ്റാൻഡാണ്. ഇവിടെ നമ്മളിങ്ങനെ കുറേ ബോക്സസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പം എന്തെങ്കിലും കറി അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ളത്. പിന്നെ നമുക്ക് ഈ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാറ്. ഇതൊക്കെ കർക്കിടക ക്ലീനിങ് ജസ്റ്റ് തുടച്ചതൊക്കെയാണ്. പക്ഷെ എന്നാലും വേഗം പൊടി വരും. അതാണ് മെയിനായിട്ടുള്ള കുഴപ്പം ഇവിടെ. പിന്നെ എന്നോട് കുറേ പേർക്ക് ചോദിക്കാറുണ്ട് ഈ OCDൻ്റെ കുഴപ്പമുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം, OCD എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കിയ സ്ഥലങ്ങൾ പിന്നെയും ക്ലീൻ ചെയ്യലാണ്. ഞാനിവിടെ ക്ലീൻ ആക്കാത്ത സ്ഥലമാണല്ലോ ചെയ്യുന്നത്. പിന്നെ OCD എന്ന് പറഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ബേസിക്കായിട്ട് ക്ലീൻ ചെയ്യാന്നൊക്കെ ഉള്ളത് ഏതൊരു വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മൾ സ്റ്റോർ റൂമൊക്കെ സെറ്റാക്കി. പിന്നെ ഇതിവിടെ ഒരു ബാത്റൂമാണ്, അതൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന കുറേ പാത്രങ്ങളാണ് ഇതൊക്കെ. ഇത് പക്ഷേ ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് ഞാൻ മനസ്സിലാക്കിയതോളം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഒരു ഗസ്റ്റിന് മാത്രം വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ലോ. കണ്ടില്ലേ, ഇത്രയും ഗ്ലാസും പ്ലേറ്റും ഇനിയുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മ ഗസ്റ്റ് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. ഇത് ആകെ കൂടെ എടുക്കുക ഓണത്തിനും വിഷുവിനും പിന്നെ ഇവിടെ ആരെങ്കിലും വരുമ്പോഴേക്കാണ്. പിന്നെ അമ്മ ഇവിടെ സൈഡിൽ നിന്ന് അമ്മേൻ്റെ ഓരോരോ പണികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പാത്രങ്ങളൊക്കെ മുഴുവനായിട്ട് കഴുകി ഉണങ്ങിയിട്ട് വേണം ഇത് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ സമയം ഏകദേശം 1 മണി ഒക്കെ ആയിന്. അങ്ങനെ പിന്നെ ഞാൻ ആ പണി കഴിഞ്ഞതിന് ശേഷം വേഗം ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇനി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ പാത്രമൊക്കെ ഇനി നമ്മൾ കഴുകി ഉണങ്ങിയതിന് ശേഷമല്ലേ മുകളിലേക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. നല്ല ബെഡ്ഷീറ്റാണ്, കളറും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ വേഗം ഇനി മേശയും പിന്നെ അതേപോലെ തന്നെ ചെയറും പിന്നെ ഈ ഒരു ബെഞ്ചും ഒക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ബെഞ്ച് സത്യം പറയണമെങ്കിൽ വെറുതെ വാങ്ങിയതാണ്. ഞങ്ങൾ ആരും ഇവിടെ ഇരിക്കാറില്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ ഇടാൻ പറ്റുള്ള സ്ഥലം. അങ്ങനെ പിന്നെ ചെയറൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കർക്കിടക ക്ലീനിങ്ങിൻ്റെ സമയത്ത് കഴുകിയതും തുടച്ചതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പൊടിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ തുടച്ച് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇന്നിപ്പോൾ കോളേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ മേശ തുടയ്ക്കുന്നത് നമ്മുടെ ഗ്ലാസ് ക്ലീനറാണ്. ഇവിടെ കറുപ്പ് കളറാണ് ഗ്ലാസ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ വര വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ടേബിൾ മാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനി വേഗം തുടയ്ക്കണം. അടുക്കളയും 2 റൂമും ഹോളും ഒക്കെ തുടച്ച് സെറ്റായിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സംഭവം കപ്പാസിറ്റി ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ കഴുകിയ പാത്രങ്ങളെല്ലാം ഇനി പിന്നെ എടുത്ത് വെക്കണമല്ലോ. ഇനി ഇത് പുറത്തേക്ക് ഇറങ്ങാൻ ഓണത്തിൻ്റെ സമയത്താണ്. ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഗസ്റ്റ് വരുമ്പോൾ മാത്രം വേണ്ടിയിട്ട് എടുക്കുന്ന കുറേ പാത്രങ്ങൾ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ച് എന്തൊക്കെ പറയണമെങ്കിൽ ഇതിലൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. അത് എവിടുന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും നമ്മൾ ഓണം ഇതൊക്കെ ആകുമ്പോൾ ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് വീഡിയോ ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം കാണാം, അല്ലെങ്കിൽ വീഡിയോ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ കയ്യിൽ വെക്കുന്ന ഈ തുണി നമ്മളിവിടെ ടേബിൾ തുടയ്ക്കാനൊക്കെ എടുക്കുന്നത് നിങ്ങൾ കാണുന്ന തുണിയാണ്. ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സ്റ്റോറേജ് ബോക്സ് സ്റ്റോറേജ് കവർ അതൊക്കെ ഞാൻ വാങ്ങിയതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഇതാ അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞ് അങ്ങനെ ഫുൾ പണി അങ്ങോട്ട് കഴിഞ്ഞ് സമയം നോക്കൂ ഗൈസ് 3:15 അങ്ങനെ സമയം 3:15 ഇനി പോയി കുളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4:20 ട്യൂഷനും ഉണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്, ഒരു 10:30 ഉണ്ടാവും രാവിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് എന്നുള്ള പണി. പക്ഷെ എന്തായാലും ഓൾമോസ്റ്റ് വൃത്തിക്കായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.